ഹായ് ഡിയേഴ്സ്. ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഷോക്ക് ആൻഡ് നമ്പായിട്ടുള്ളൊരവസ്ഥയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പഹൽഗാം അറ്റാക്കിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച 15-നാണ് തിരിച്ച് ഈ കാശ്മീർ ട്രിപ്പ്, ഒരു 7 ദിവസത്തെ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ എൻ്റെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർക്കും ഈ റീൽസൊക്കെ കാണുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം, ഞാൻ കുറച്ച് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാശ്മീരിലുള്ള. അപ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു ഞങ്ങൾ പോയി എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലെ മുതൽ എനിക്കിങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളും സേഫാണോ അതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലെ തിരക്ക് കാരണം എനിക്ക് കാര്യം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം എന്തോ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു അറ്റാക്ക്. പക്ഷെ അതൊരിക്കലും ഞങ്ങൾ പോയൊരു സ്ഥലമാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാശ്മീരിൽ എവിടെയോ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇതെടുത്ത് നോക്കിയ സമയത്താണ് കാണുന്നത്, ഇത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ ആ പഹൽഗാമിലുള്ള മെഡോയിലാണ്, ആ എക്സാക്റ്റ് പ്ലേസിലാണ് അത് സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞത്. സത്യം പറയാണ്, എന്താ പറയുക, കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് എന്ന് പറഞ്ഞാൽ, കാരണം ഒരാഴ്ച മുൻപ് ഞങ്ങൾ പോയി മക്കളെയും എല്ലാവരെയും കൊണ്ട് പോയി കണ്ട, ഞാനും അവിനാഷും മോളും പിന്നെ അവിനാഷിൻ്റെ ഫ്രണ്ടും വൈഫും മോനുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും ഹാപ്പി ആയിട്ട് പോയി. ഈ മെഡോ എന്ന് പറയുന്നത് പെഹൽഗാമെന്ന് എന്താ പറയുക, അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അവർ വിളിക്കുന്നു. അവിടേക്ക് നമുക്ക് വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, ഒന്നുകിൽ നടന്നു പോകണം അല്ലെങ്കിൽ ഈ കുതിരപ്പുറത്ത് പോകണം. അപ്പം അത്രയും ഒരു കുറേ കിലോമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട്, പിന്നെ അതുപോലെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കൊണ്ടായിരിക്കും, പിന്നെ കുതിരകൾ നടക്കുന്ന വഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു മടി പടലായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഫുൾ ഭയങ്കരമായ വലിയ വലിയ റോക്സാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ കയറി പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ആ കുതിരപ്പുറത്ത് തന്നെയായിരുന്നു പോയത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, റീൽസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെഡോയിലെത്തിയിട്ടും എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഭയങ്കരമായൊരു ഡൗൺ ഹില്ലാണ്. അപ്പോൾ കുതിരപ്പുറത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. ഇത് ഞാനിപ്പം അവിടെ ഇവിടെ ഇല്ല, ഇതൊരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പറയട്ടോ, കാരണം ഞാൻ അത്രയും ഷോക്ക്ഡായിരുന്നു. അവിനാശ് ഇവിടെ സ്ഥലത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. എനിക്കിതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്നാലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ, അപ്പോൾ എന്താ പറയുക, അവിടെ ഇതിപ്പോൾ അനുഭവിച്ച ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാ ഞാൻ പറയുന്നത്, ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടെ ആ സ്ഥലം ആലോചിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് ആലോചിക്കുമ്പം ഭയങ്കരമായിട്ടൊരു ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുതിരപ്പുറത്ത് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കയറിപ്പോയ പോലത്തെ ഒരു സംഭവമല്ലായിരുന്നു. നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് കുതിരനെ നമ്മൾ ബാലൻസ് ചെയ്യണം, അത് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ബാക്കോട്ട് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ഓരോ കുതിരകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 കുതിരയുടെ മുകളിലായിട്ടാണ് പോയത്. അതിനാകെപ്പാടെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുതിര എന്താ വെച്ചാൽ, നമുക്ക് താഴോട്ടൊരു വാലിയാണത്. ഈ പെഹൽഗാം വാലി എന്ന് പറയുന്ന, ബൈസറൻ വാലി എന്ന് പറയുന്നത് ഒരു താഴോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു കുന്നിൻ്റെ പുറത്തേക്ക് കൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് ഫുൾ എന്താ പറയുക, ഭയങ്കരമായൊരു ഹൈറ്റിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പം നമ്മളൊരു എന്താ പറയുക, സേഫ്റ്റി ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ കുതിര എഡ്ജിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും പേടിയാവും. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് മോളെ ശിവോനെ എടുത്തിട്ട് ഹെൽപ്പർ ബോയിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇനി വീഴാണെങ്കിൽ ഞാൻ മാത്രം വീഴട്ടെ, അവൾ വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ തോളത്തെടുത്തിട്ടാണ് പിന്നെ കുട്ടീനെയും കൊണ്ടിട്ട് പോയത്. അപ്പോൾ ആ ഒരു സമയത്തിന് അതൊരു ഭയങ്കര നാരോ ആയിട്ടുള്ള പാത്താണ്. അപ്പോൾ കുറേ കുതിരകൾ, തൗസൻഡ്സ് ആൾക്കാരുണ്ട്. കാരണം ഇപ്പം ടൂറിസ്റ്റ് ആ ഒരു പീക്ക് ടൈമാണ്, സീസണാണ്. കാരണം ഒന്നാമത്തത് തുലിപ് ഗാർഡൻ ഓപ്പൺ ആയിട്ടുണ്ട്, അത് വർഷത്തിൽ 1 മാസം മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. പിന്നെ അത് കൂടാതെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തണുത്ത ക്ലൈമറ്റ് അല്ല, പക്ഷേ നല്ല തണുപ്പുണ്ട് നമുക്ക്. പക്ഷേ ഈ സ്നോ പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാലമാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയായിരുന്നു നമ്മൾ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ തിരിച്ചു വരുന്ന സമയത്തൊക്കെ നാരോ ആയിട്ടുള്ള ഈ ഒരു പാത്തായതുകൊണ്ട് പോകുന്ന കുതിരകളും വരുന്ന കുതിരകളും ഒക്കെ, പിന്നെ
അത്രമാത്രം കൺട്രോൾ ചെയ്യാൻ അവർക്കും പറ്റുന്നില്ല. അവർ പറയുന്നത് ഓൾറെഡി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുതിരകളായതുകൊണ്ട് അവർക്കറിയാം എന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തമ്മിൽ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് അത് പോകുന്നത്. അപ്പം നല്ല ടെൻഷൻ അടിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഇപ്പം അവിടുന്ന് പലരും പറഞ്ഞു, ഈ മറ്റേ ന്യൂസ് റിപ്പോർട്ടിലൊക്കെ അവിടുന്ന് വിറ്റ്നസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ബുള്ളറ്റിൻ്റെ ഫയറിങ് സൗണ്ട് കേട്ട സമയത്ത് ഈ കുതിരകളൊക്കെ പല വഴിക്ക് ഓടി. അപ്പോൾ നോർമലി തന്നെ അത്രയും സ്കെയറി ആയിട്ടുള്ള ആ ഒരു സംഭവത്തിൽ ആ സമയത്ത് എങ്ങനെയായിരിക്കും അവരത് ഫേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ആ മെഡോയിൽ എനിക്കൊന്നും. പക്ഷേ സത്യമായിട്ടും ഭയങ്കരമായ ഷോക്കിങ്. ഇതിനിപ്പോൾ എനിക്ക് എന്താ ഒരു സജഷൻ പറയാനോ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനോ ഒന്നുമില്ല. എന്തോ ഒരു ദൈവാനുഗ്രഹം കാരണം, എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും കാരണം ഒരാഴ്ച മുന്നേ ഞങ്ങളെത്തി. പക്ഷെ അതിൽ എന്താ പറയുക, വല്ലാണ്ട് സന്തോഷിക്കാനും തോന്നില്ല. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പം ഇങ്ങനെ വിഷമിക്കുന്നത്. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചെത്തിയതിന് ശേഷം എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. എന്താ കാര്യം എന്നുള്ളത് അറിയില്ല, അവർ നമ്മൾ എത്തിയോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇത് സംഭവിച്ച് എല്ലാവർക്കും അത്രയും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സഹിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവട്ടെ. കാശ്മീരിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു പഹൽഗാം. ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകുന്ന ആ ഒരു വഴിയാണിത്. ഇങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ആ ഒരു മെഡോയിലോട്ടുള്ള സ്ഥലത്തെത്തിയത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഹോഴ്സസ് ഉണ്ടാവും അവിടെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹോഴ്സിൻ്റെ മുകളിൽ കയറിയിട്ട് അല്ലെങ്കിൽ നടന്നിട്ട് പോകാം. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കുതിരപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തും. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ആ ഒരു ഫ്ലോറ് കണ്ടാൽ അറിയാം, നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇറങ്ങി ഓടാനോ അങ്ങനെ നടക്കാനോ പറ്റുന്ന അങ്ങനത്തെ ഒരു ലെവൽഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടേ അല്ല ഇത്. ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. പിന്നെ മുകളിലോട്ട് പോകുമ്പം ഇതേപോലത്തെ ഇതിനേക്കാട്ടിലും ഹൈറ്റുള്ള, ആ സമയത്തൊക്കെ എനിക്ക് എടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുതിരകൾ പല സമയത്തും ഭയങ്കര എഡ്ജിലൂടെയാണ്. ഇപ്പം എൻ്റെ കൂടെ ഒന്നും ഇത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളില്ല. ഒരാൾ മുന്നിലും ഒരാൾ പുറകിലും മാത്രമായിട്ട് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അപ്പോൾ ഇത് കയറുന്നൊരവസ്ഥ ആയതുകൊണ്ട് അത്ര പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാവേനെ ഇങ്ങനെ ആ ആളുടെ കയ്യിൽ കൊടുത്ത്, അപ്പം അങ്ങനെ അവരെടുത്തിട്ടാണ് പോയത്. തിരിച്ചു വരുന്ന സമയത്തും അവരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ മെഡോയിലെത്തി. ഇതാണ് ആ ഒരു അറ്റാക്ക് നടന്ന സ്ഥലം. അത്രയും സന്തോഷത്തിൽ എല്ലാവരും അത്രയും ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് അവിടെ സൈഡിലൊക്കെ ഈറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ സ്റ്റോൾസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളും. അപ്പം കുട്ടികളൊക്കെ അത്രയും എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. ഈ പറഞ്ഞ പോലെ അവിടെ സോൾജേഴ്സ് ഉണ്ടായിരുന്നില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്കിപ്പം കംപ്ലയിൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. കാരണം ഇത്രയും മണിക്കൂറുകൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ഇപ്പം സോൾജേഴ്സിന് അവിടെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാനിങ്ങനെ ഇത് കേട്ടു. ഇപ്പോൾ പിന്നെ ഈ അറ്റാക്ക് ചെയ്ത ആൾക്കാർ ഒരു ഏപ്രിൽ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ പല സമയത്തായിട്ട് ട്രെക്കിങ്ങിനായിട്ട് വന്നിട്ട് അവർ ഈ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി വെച്ചിട്ടായിരുന്നു പോയതെന്ന്. അപ്പം ഞങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത സമയത്തൊക്കെ ആയിരിക്കും അതൊക്കെ നടന്നിട്ടുണ്ടാവുന്നത്. അപ്പം എന്താ പറയുക, എല്ലാം ബാക്ക് ടു നോർമൽ പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.